ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വൽക്കാലം നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് വേഗം വരാറായി ഒരുങ്ങിയിരിക്കുക. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന്. നമുക്ക് വേണ്ടി നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു ഒരു ഭവനം പണിയുവാൻ കടന്നു പോയിരിക്കുന്നു. ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയായാൽ എത്രയും വേഗം കടന്നു വന്ന് നമ്മെ അവൻ ചേർക്കും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ കേൾക്കുന്ന ദൂരത്ത് ചാരിത്രമായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നെന്ന്? അവൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ ഗലീല പുരുഷന്മാർ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരോട് ചോദിച്ചൊരു ചോദ്യം, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ഇന്ന് പോൽക്കാലം ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി നമുക്ക് തീരാം. യേശുവിൻ്റെ വരവ് താമസിക്കുന്നില്ല. പലരും വിചാരിക്കുന്നത് പോലെ യേശു ഇതുവരെ വന്നില്ലല്ലോ. 2024 വർഷമായിട്ട് ഇതേ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു വരാറായി, യേശു ക്രിസ്തു വരാറായി എന്ന്. എന്നാൽ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ടെന്ന്. ഇന്ന് ഒരു എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അതേ അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കുവാണോ? നാം കർത്താവിന് വേണ്ടി എന്താണ് പ്രവർത്തിച്ചത്? കർത്താവ് നമുക്ക് വേണ്ടി എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്, എത്രയോ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. എന്നാൽ നാം എന്താണ് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത്? വിശ്വസ്തയോടുകൂടി നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ക്രിസ്തുവിലേക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില മുഴുലോകത്തെക്കാൾ അധികമാണെന്നാണ് ദൈവവചനം വായിക്കുന്നുണ്ടല്ലോ. ഇന്ന് പോൽക്കാലം ഈ മുഴുലോകത്തെക്കാൾ വിലയുള്ളതായ ഒരാത്മാവിനെ നേടുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഉറപ്പ് ധൈര്യമുള്ളവരായിരിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. യേശു തന്നെ നമുക്ക് മാതൃക കാണിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം കർത്താവേ, നിന്റെ ചെറുകടിയിൽ അടികളെ ഒന്ന് മറയ്ക്കുമാറാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ 2024 ആരംഭം കണ്ടവർ അനേകര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അനേകർ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇത്രത്തോളം പരിപാലിച്ചിട്ട് കഴിഞ്ഞ 3 മാസം മുമ്പ് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഈ ലോകം വിട്ട് പോകേണ്ടവനായിരുന്നു. ഹാർട്ട് അറ്റാക്കായിട്ട് റോഡിൽ വീട് കിടക്കേണ്ടതായ സാഹചര്യം കടന്നു വന്നു. കണ്ണടഞ്ഞു പോയി, നാക്ക് കുഴഞ്ഞു പോയി. എന്തു ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം മരണത്തോട് മല്ലടിച്ചു. എന്നാൽ ദൈവം എന്നെ വിടുവിച്ചു. ദൈവം സൗഖ്യമാക്കി. ഒരു സർജറിയൊക്കെ കഴിഞ്ഞു ഇന്നും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ
കർത്താവ് എനിക്കൊരു അവസരം കൂടി നൽകി തരുന്നു. എത്രമാത്രം നമ്മുടെ ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല. അതിന് പ്രകാരം കർത്താവ് നമുക്ക് എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്. ഈ 2024 ആരംഭം മുതലൊന്ന് ആലോചിച്ചു നോക്കുന്നു. കർത്താവ് നമ്മെ എത്ര ക്ഷേമമായി പരിപാലിച്ചു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം. സ്വന്തക്കാർ, ബന്ധുമിത്രാദികൾ എല്ലാവരും കൈവിട്ടാലും ഞാൻ കൈവിടുകയില്ല എന്ന് ഉള്ള ഒരു വാഗ്ദത്തം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചിരിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് കാലം ആ കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരാം, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി തീരാം. നന്ദിയോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആമേൻ. ആരാധന അങ്ങേക്ക് ആരാധന. ഓ ആരാധന യേശു ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതല്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതല്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ, പ്രേമമേ, അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ആമേൻ. ആരാധന ആമേൻ. ആരാധന യേശു ആരാധന. ആരാധന യേശു ആരാധന. ഗ്ലോറിയ. ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. He is Lord,
He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is